അപ്പൊ എല്ലാവരോടും യാത്ര പറയണ്ട, വന്നിട്ട് കാണാം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒട്ടും മറക്കാൻ പറ്റാത്ത കാര്യമാണ് സ്കൂളിലും കോളേജിലൊക്കെ ട്രിപ്പ്. അങ്ങനെ എന്റെ കോളേജിലും അവസാനത്തെ ട്രിപ്പായി, അതും 15 ദിവസം. ഞങ്ങൾ പോണ സ്ഥലം ഗോവ, മുംബൈ, ആഗ്ര, പഞ്ചാബ്, മണാലി, ഡൽഹി. ഇനി 15 ദിവസം അവിടെയാണ്. ഇങ്ങനത്തെ ട്രിപ്പിന് ഉണ്ടാവില്ല. സ്റ്റാൻഡിൽ കൊണ്ടിട്ട് തിരക്കില്ലാത്ത ബസ്സിൽ കയറാൻ വേണ്ടിയാണ്. ഓടിച്ചാടി വെറുതെ തിരക്കുള്ള ബസ്സിലും കയറി. എനിക്ക് ഇങ്ങനെ തന്നെ വേണം. ഞാനിവിടെ ആലുവ മെട്രോന്റെ ഇവിടെ ഒന്ന് ഇറങ്ങി. രണ്ടെണ്ണം കൂടി വരാനുണ്ട്. അവന്മാരെ കാത്തുക്കണം. കൂട്ടത്തിൽ ഒരുത്തം വന്നു. അവനാണെങ്കിൽ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണില്ല. കോളേജിൽ എത്തണ പോലെ തന്നെ നേരം വഴി എത്തുള്ളൂ. ഓരോരുത്തരെ ബാഗ് കാണുമ്പോൾ വിചാരിക്കും നാട് വിടാൻ പോണേന്ന്. അത്രക്കുണ്ട് ബാഗ്. ഞങ്ങളിവിടെ മാറി നിന്നാ മതി, ഞങ്ങൾക്ക് ചെയ്തു തരാൻ ആളുണ്ട് അവിടെ. ഞങ്ങളുടെ കൂടെ ഒരാളുണ്ട്. അവന്റെ തീരുമാനം പോലെയൊക്കെ പോണത് ആലുവന്ന് മെട്രോ പിടിച്ച് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും ദൈവനോട് ചോദിക്കും. അങ്ങനെ നടന്ന് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ. 5-10 മിനിറ്റ് ആയിട്ട് എടുക്കുള്ളൂ. ട്രെയിനിലും കയറി, സീറ്റും കിട്ടി, യാത്ര തുടങ്ങി. മൂലയിൽ ഗ്ലാസും വെച്ചിരിക്കണം. ഇവിടെ മൂളിലും പിന്നെ ഇവിടെ രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ട്രെയിനിലെ ബാത്റൂമിന്റെ കാര്യം ഓർമ്മ വന്നു. ഇവിടുത്തെ ബാത്റൂം വൃത്തിയുണ്ട്. ഭാഗ്യം. എന്തിനും ഏതിനും ഇവിടെ സുഹയിലുണ്ട്. അതാരം കുഴപ്പമില്ല. വന്നിരിക്കലും പാക്കറ്റ് ഒട്ടിക്കലും ഇത്രയും പെട്ടെന്ന് വിഷമം. ഇവനക്കൊക്കെ ഹിന്ദി അറിയണാരും കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും ഡീലാക്കിക്കോളും. എല്ലാ കാര്യങ്ങളും അവിടെ നോക്കിയാണ്. നമുക്ക് എന്താ എവിടെ യാത്ര അടിച്ചു വിളിച്ചു പോവാം. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റൊരു നോക്കണം. തലയില് കളർ ചെയ്ത് മാസം നോക്കിയാണ് ആസാമിയായി. അടുത്ത സ്റ്റേഷനിൽ നിന്ന് കുറച്ചേര് കയറാനുണ്ടായി. അപ്പൊ അവരും കയറി. ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് സാറുണ്ട്, പിന്നെ മിസ്സും ഉണ്ട്. തലം കിട്ടാഞ്ഞിട്ടാണോ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ പോലെ നടക്കുന്നുണ്ട്. ചുമ്മാ ഇരുന്ന് പോലെ എന്തിട്ട് വൈബ്. പാട്ടിനൊപ്പം താളം പിടിച്ച് അങ്ങോട്ട് പോയി. എല്ലാരും ഇപ്പൊ പാട്ട് പോകുമ്പോ സാറ് ഇവിടെ വേറെ കാര്യങ്ങളില്ല. അപ്പോഴും മുകളിൽ ഇരുന്ന് താളം പിടിക്കാൻ വേണ്ടി വേറെ കുറച്ച് പേര്. ഇതൊക്കെയായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പകുതി പേര് ഉറങ്ങിയാലും പകുതി പേര് ഇതുപോലെ പുറത്തുവന്നിരുന്ന് കാഴ്ചകളെ കണ്ടിരിക്കും. എന്തോന്ന് ഉറക്കം. ഓരോ സ്റ്റേഷനെത്തുമ്പോൾ ഇതുപോലെ വന്നിരിക്കും. എന്തിനും തിന്നാനും കുടിക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങും. ഇനി അങ്ങോട്ട് ട്രിപ്പാണ്. വീഡിയോസ് ഒക്കെ ആയിട്ട് വരാട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ. കൂട്ടുകാരെ പോണേന് മുമ്പേ ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണോട്ടാ, മറക്കരുതിട്ടാ.